ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാമിക്കുട്ടി സിക്കായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് വോമിറ്റിംഗ് ടെൻഡൻസി അവൾ പറയുന്നത്. പിന്നെ നോക്കുമ്പോൾ അവൾ 2 തവണ വോമിറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നിട്ടും 2-3 തവണ വോമിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്നിട്ട് അവൾക്ക് കുറവൊന്നുമില്ല. നമ്മൾ നോർമലി എന്താ പറയുക, ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കൊടുക്കും. അപ്പം അതൊക്കെ കൊടുത്തു നോക്കി ഒരു മാറ്റവും കാണുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഒരു 8-9 തവണ അവൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊടുന്നിട്ട് അപ്പം ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇതിന് മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുമ്പം മറ്റേ കാനൽ കുത്തുമ്പോൾ പോലും അവൾ കരഞ്ഞില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരെയും ഷോക്കാക്കി. അവൾ എന്താ പറയുക, എല്ലാതും വേദനയൊക്കെ സഹിക്കാനായല്ലോ. സൂചിയില്ലേ സൂചി കുത്തിയോ? വേനയോ? ചാനു കരഞ്ഞില്ലല്ലോ. ചാനു ഉഷാറായല്ലോ അല്ലേ? ബോൾഡാണ്, ഗുഡ് ഗേളാണ് ചാനു. മാറാനല്ലേ വയ്യ, മാറാനല്ലേ എന്താ ചെയ്യാലേ? ഛർദിക്കണ മാറണ്ടല്ലേ? കെടുക്കണോ കുട്ടിക്ക്? കെടുക്കണ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. കാരണം അവളുടെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ കുത്തുന്നത്, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതൊക്കെ. അപ്പം ഞങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷേ ഷീസ് ഒക്കെ, അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കയ്യമ്മ കുത്തുമ്പോൾ പോലും കരഞ്ഞില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇത്രയ്ക്കും ഒരു കുഞ്ഞു ആവ് ഇത്രയ്ക്കും ബോൾഡാണോ? ഇപ്പം ഞാനടക്കം എന്നെ കുത്തുമ്പോൾ കരയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മോൾ അതിനേക്കാൾ ഭയങ്കര സ്ട്രോങ് ഗേളാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, പ്രൗഡാവുന്നു സത്യം. അപ്പം ഉണ്ണി എന്താ പറയുക, ഫോണിൽ കാണുകയാണ് കേട്ടോ ഈ ടൈമിൽ. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല, സൊല്യൂഷൻസ് ഇല്ല. കുറച്ച് നേരം കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. ഒരു 3 days കിടക്കേണ്ടി വന്നു കേട്ടോ. പെട്ടെന്നുള്ള എന്താ പറയുക, എല്ലാവർക്കും സിക്കായിരുന്നു. നെക്സ്റ്റ് ഡേ രാഹുലിനും ഇതുപോലെ ട്രിപ്പ് ഇടേണ്ടതായിട്ട് വന്നു. ഇതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. എന്താ പറ്റിയേ? ഒക്കെ മാറിയോ? ഇപ്പോഴും മാറിയിട്ടില്ലേ? ഇപ്പം എന്താ പ്രശ്നം? ഒക്കെ മാറി. ഇങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണ്ടേ കേട്ടോ. ഞാനോ എപ്പോഴും മില്യൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയില്ലേ? ഇനി പറയരുത്. പറഞ്ഞ അവിടെ ഒന്ന് കുത്തിക്കിട്ട് കിടക്കും. പാർക്കിലൊക്കെ പോകാൻ പറ്റണ്ട. നല്ല ആളാ നീ. മാറിയാ? അങ്ങനെ പറയണോ കേട്ടാ. വെറുതെ അങ്ങനെ അനാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമൊക്കെ പറഞ്ഞാല് അസലാവും. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നില്ലേ? പാർക്കിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടാ? അതാണ് ജോലി കുട്ടികൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ 3 days കിടക്കാണ്ട് വന്നു. പിന്നെ ഡിസ്ചാർജ് ആയി, വീട്ടിലെത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, ഹെൽത്തൊക്കെ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.